മിശിഹായിൽ പ്രിയമുള്ള ഷാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം നാം അഭിമുഖീകരിക്കേണ്ടുന്ന വാർദ്ധക്യകാലത്തെക്കുറിച്ച് ചില ചിന്തകളാണ് നൽകാൻ ഉദ്ദേശിക്കുക. ഒന്നാമതായിട്ട് ജീവിതത്തിൻ്റെ വളർച്ചയും ഫലമണിയലുമാണ് വാർദ്ധക്യം. സങ്കീർത്തനം 92:14 പറയുന്നത് പോലെ വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവരെന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. അപ്പോൾ ഒരു ബോധ്യം നിറവിൻ്റെ ഒരു കാലഘട്ടമായിട്ട് എടുക്കണം. നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കരുത്, വളരെ പോസിറ്റീവായിട്ട്. നിറവിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇവിടെ ഞാനിങ്ങനെ ഒരു വയോജന വേദിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരച്ചാൻ പറഞ്ഞ്, ഞങ്ങൾക്ക് ഭയങ്കര നിറവാച്ചാ, ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഞങ്ങൾ പറയുന്നത് അവർ ദൈവവാക്യം പോലെ അങ്ങ് എടുത്തേക്കുക എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. എല്ലായിടത്തും അല്ലാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് ഒന്നാമത് ഞാൻ പറയുന്നത്. രണ്ട്, ജീവിതത്തിൻ്റെ അർത്ഥം ഉറപ്പിക്കലാണ്. ചെയ്യാൻ സാധിച്ച നല്ല കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇപ്പം ചെയ്യുന്നതല്ല ഓർക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ച എത്രയോ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ളൊരു കാലഘട്ടമാണ്. അത് ഈ വാർദ്ധക്യത്തെ വളരെ സമ്പുഷ്ടമാക്കും, അർത്ഥമുറപ്പിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്, ജീവിതത്തിൻ്റെ സാപത്താണിത്. തമ്പുരാൻ നിർദ്ദേശിക്കുന്ന സാപത്ത് സന്തോഷമായിട്ട് കഴിയണം. ദൈവം നമുക്ക് തന്നതാണ്, എല്ലാവർക്കും ഒന്നും ഈ സാപത്ത് കിട്ടുന്നില്ല. ചിലരൊക്കെ നമുക്കറിയാം അതിനു മുൻപ് തന്നെ ദൈവിക സാന്നിധ്യത്തിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ സാപത്തിനെ ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് കണ്ടുകൊണ്ട് ആ സാപത്ത് ആസ്വദിക്കണം, സന്തോഷമായിട്ട് കഴിയണം. വെറുവെറുപ്പോ അസ്വസ്ഥതകളോ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുക. നാലാമത്, സമാധാനത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും കാലമാണിത്. സമാധാനമായിട്ട് ഈ സമയം ചിലവഴിക്കണം. ഒന്നിനെക്കുറിച്ചും വ്യഗ്രതപ്പെട്ട് ഓടേണ്ട. എന്തേറെ ഓടിയവരാണ്, ഇതെല്ലാം കാര്യങ്ങളിൽ ഓടിച്ചാടി നടന്നവരാണ്. ഇപ്പോൾ അതിനെ പറ്റുന്നില്ല. ഇപ്പോൾ അവിടെ സന്തോഷമായിട്ട് ശാന്തമായിട്ടിരിക്കുന്നത് നല്ല ആവശ്യമാണ്. ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളുടെ അച്ഛന്മാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രീസ്റ്റ് ഹോം എന്ന് പറഞ്ഞൊരു ഭവനമുണ്ട്. അവിടെയാണ് താമസിക്കുക. അവിടെ ചിലപ്പോഴൊക്കെ ഒന്ന് സന്ദർശിക്കാനിടയാകുമ്പോൾ ചില വൈദികരൊക്കെ വളരെ വളരെ ജോയ്ഫുള്ളാണ്, വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. അവർ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അവർക്ക് വാർദ്ധക്യത്തിൻ്റെ ശാരീരിക വിഷമങ്ങളൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സംതൃപ്തിയോടെ അവരവിടെ കഴിയുന്ന നിമിഷങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുഖത്തൊക്കെ വലിയ പ്രസാദമാണ്. അത് ഭൗതികമായിട്ടുള്ള ഒരു സൗന്ദര്യമെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വലിയ കൃപ അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതൊരു വാർദ്ധക്യത്തിൻ്റെ ഒരു നല്ല ചിത്രമായിട്ട് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഞ്ചാമത്, നമുക്ക് ഒഴിവാക്കാനോ മറക്കാനോ ആവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഉണ്ടാകാം. അതിന് മുമ്പ് തമ്പുരാൻ വിളിച്ചില്ലെങ്കിൽ ഉണ്ടാകാം. പ്രായമായി എന്നത് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ല. മുടി കറപ്പിച്ചോ മീശ കറപ്പിച്ചാലും പ്രായം തന്നെയാണ്. നമുക്ക് പ്രായം ഉണ്ടാകും. അതിനെ സ്വീകരിക്കുക, ദൈവത്തിന് നന്ദി പറയുക, സംതൃപ്തിയോടെ നീങ്ങുക. കാരണം നമ്മളവിടെ വിലപിക്കേണ്ട കാലമൊന്നുമല്ല. കഴിഞ്ഞ കാലത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, സംതൃപ്തിയോടെ നീങ്ങുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഹിതം അതാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ നീങ്ങണം. ഫിലിപ്പിയർ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്നതയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാൻ എനിക്കറിയാം. ഈ മനോഭാവം, പൗലോസ്ലീഹയുടെ ആ വാക്കുകൾ വളരെ ശരിയാണ്. ഈ മനോഭാവം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അറിയാവുന്ന നല്ല നല്ല അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സംതൃപ്തിയാണ്. വീടുകളിലൊക്കെ ചെന്ന് കാണുമ്പം എന്നാ വിശേഷം, എന്നാ ഉണ്ട്, സുഖമാണോ, എന്നാ അച്ഛാ എനിക്ക് സുഖത്തിന് കുറവ്, എല്ലാം ദൈവം തരുന്നു. ഇങ്ങനെയുള്ളവരുമുണ്ട്, പരാതി പറയുന്നവരുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് കാണാനും നന്നായിട്ട് ഇതിനെടുക്കാനും സാധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ കത്തുകൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് പാലക്കാട്ട് നിന്നും ജിൻസി എഴുതുന്നതാണ്. അച്ഛാ, എൻ്റെ ഭർത്താവ് ഞായറാഴ്ച പോലും ഒന്ന് പള്ളിയിൽ പോകില്ല. വിവാഹത്തിന് പോയി
പെരുന്നാളിനും പോകും. ഈയിടെ ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടായി, അതിൻ്റെ മാമോദിസായ്ക്കും പോയി. ഞാൻ എന്നും നിർബന്ധിക്കാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ പോകുന്നതിനെ അദ്ദേഹം തടഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം വരില്ല, ആ സമയത്തെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കമ്പനി അടിച്ചേ പുറത്തു പോകും. ഇത് ഗൗരവമായ കാര്യമേ അല്ല എന്നാണ് പറയുന്നത്. കുമ്പസാരം നടത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ഞാൻ എന്തു ചെയ്യും? ഭർത്താവിനെ വിശദീകരിക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് അച്ഛൻ വിശുദ്ധ വചനം ഉദ്ധരിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് മറുപടിയായി പറഞ്ഞു തരണമേ. തീർച്ചയായിട്ടും നിമ്മിയെ ഞാൻ ജിൻസിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ ഞായറാഴ്ചയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ആഴ്ചയുടെ ഹൃദയമാണ് ഞായറാഴ്ച, ഞായറാഴ്ചയുടെ ഹൃദയമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കുന്നത് വലിയ തെറ്റാണ്, യാതൊരു സംശയമില്ല. ഇതിനെ നിസ്സാരമായിട്ട് കാണരുത് എന്ന് ഞാൻ ജിൻസിയോട് മാത്രമല്ല, ജിൻസിയുടെ കുടുംബത്തോട് മാത്രം പറയുന്നതല്ല, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നിസ്സാരമായിട്ട് അതിനെ കാണരുത്. കത്തോലിക്ക സഭയുടെ ഒരു നിയമമാണ്, തീർച്ചയായിട്ടും കത്തോലിക്ക സഭയ്ക്ക് അത് വെക്കാം. സഭാമാതാവിന് ചില നിയമങ്ങൾ മക്കൾക്ക് വേണ്ടി നൽകാൻ അവകാശമുണ്ട്. അപ്പം അങ്ങനെ നൽകിയിരിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പുറപ്പാട് 35:2 ഇതിന് വിശുദ്ധ ദിനമായിട്ട് കാണണം എന്ന് തന്നെ തിരുവചനം പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:42 ആദിമസഭയിൽ ഈ വീക്ഷണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ വന്നൊരു കാര്യമല്ല, ആദിമസഭ മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന, അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. സങ്കീർത്തനം 118:24 കർത്താവ് ഒരുക്കിയ ദിവസം സജീവമായും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഇത് ആചരിക്കപ്പെടണമെന്ന് പറയുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഗൾഫിൽ നിന്ന് ഒരു നേഴ്സ് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എപ്പോഴും ഓർക്കും. ചോദിച്ചിങ്ങനെ, അദ്ദേഹം ചോദിച്ചു, അച്ഛാ, ഈ പെന്തക്കോസ്തുകാർക്ക് കൺവെൻഷൻ വലിയ പ്രധാനപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ അതെ അതെ അതെ. അച്ഛാ, ഈ മാർത്തോമാക്കാർക്ക് ഉണർവ് പ്രസംഗം ഭയങ്കരമല്ലേ? അതെ അതെ. അച്ഛാ, കത്തോലിക്കരായ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയല്ലേ അച്ചോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പിന്നെ എന്നാ സംശയം? ഉടനെ ഈ മോളെന്നോട് ചോദിക്കുക, അച്ഛാ, പെന്തക്കോസ്തുകാരുടെ കൺവെൻഷൻ കൂടുമ്പം നമ്മൾ ആ അയലോക്കത്ത് നിന്നാൽ പോലും നമുക്ക് ഫീലിംഗ് ഉണ്ടാകും. ഉണർവ് പ്രസംഗം കേട്ടാൽ നമുക്കൂടെ ഉണർവുണ്ടാവും. അച്ഛാ, നമ്മൾ ഈ കത്തോലിക്കരെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പുറത്ത് നിന്ന് ഒരാൾ കണ്ടാൽ എന്നതാ അച്ഛാ ഉണ്ടാകും എന്നൊരു ചോദ്യം. ഞാൻ വേറെ ആരെപ്പറ്റി ചിന്തിച്ചില്ല കേട്ടോ, എന്നെപ്പറ്റിയാണ് ചിന്തിച്ചത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു സംഭവം അത്. എൻ്റെ ദൈവമേ, ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുറത്തു നിന്നൊരാൾ കണ്ടാൽ ഞാൻ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ നടത്തുന്നതായിട്ട് തോന്നുമോ, അതോ ഏതാണ്ടൊക്കെ ചൊല്ലിവിടുന്നതായിട്ട് തോന്നുമോ എന്നെന്നെ ചിന്തിപ്പിച്ചു. കുറച്ചുകൂടെ ഭക്തിയോടെ ബലിയർപ്പിക്കുവാൻ അതെന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത, നമുക്ക് വിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനായിട്ട് തീർച്ചയായിട്ടും ജിൻസി പരിശ്രമിക്കണം. ഈ ഭർത്താവിനെ പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, ഒരു ധ്യാനം പറ്റുമെങ്കിൽ അദ്ദേഹത്തെ നയിക്കുക. പോരുക എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് വേണ്ടി, ജിൻസിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്തയോടെ അദ്ദേഹത്തെ സ്വാധീനിച്ച് എനിക്കൊരു കൂട്ടുപോരണം എന്നൊക്കെ പറഞ്ഞാണെങ്കിലും കൊണ്ടുപോയാൽ തമ്പുരാൻ അവിടെ സ്പർശിക്കാതിരിക്കുകയില്ല. ഒരുപക്ഷെ അതിനെ മുതിരുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഫലപ്രദമായേക്കാം. ഏതാണെങ്കിലും അതിന് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഷെയറിങ് നടക്കുമ്പോഴേ ഈ സഭയോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് കൊള്ളാം. കാരണം ഇങ്ങനെ പോകാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ കേട്ടോ, എനിക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതൊന്ന് പരിഹരിച്ച് റൂട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് പരിഹരിച്ചെടുക്കാനും പരിശ്രമിക്കുന്നത് നല്ലതാണ് എന്നുകൂടി എനിക്ക് ഇതേപ്പറ്റി പറയാനുണ്ട്. നിമ്മി എന്ത് പറയുന്നു? ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കണം, അങ്ങനെ തന്നെ പറയുന്നത്. ഞായറാഴ്ച, അതായത് തിരുസഭയുടെ കൽപ്പനകളിൽ ഒന്നാമത്തേത് തന്നെയാണ് ഞായറാഴ്ച പ്രധാന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ പങ്കാളിത്തം വഹിക്കുക. അപ്പം ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ്. ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് എന്തായാലും വെളിയിലേക്കൊക്കെ വരും. ഹൃദയത്തിൽ തന്നെ പ്രാർത്ഥന വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ
അങ്ങനെയില്ല. ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവൻ്റെ മടി കൊണ്ട് അവൻ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പോകാതിരിക്കാനോ ഉള്ള ഒരു ഇതായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ ഇവൾ പ്രത്യേകം അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണിപ്പം കരണീയമായിട്ടുള്ളത്. അവൻ പോകത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവളും മക്കളുണ്ടെങ്കിൽ മക്കളുമായിട്ട് പള്ളിയിൽ പോവുക. പിന്നെ എല്ലാവരും ഒരേ ആത്മാവും ഒരേ ഹൃദയവുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ അവനെ സജീവ പങ്കാളിയാക്കുക. ആ കുടുംബ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവന്നിട്ട് ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം അവനെ പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുക. പള്ളിയിൽ നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷേ ഞായറാഴ്ചയുടെയും അതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഒന്നും പറഞ്ഞാലും ശ്രദ്ധിക്കത്തില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ വികാരിയച്ഛനുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അവരുടെ ഇടവകയിലെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് വികാരിയച്ഛൻ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ പള്ളിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. ഒത്തിരി വികാരിയച്ഛന്മാർ അങ്ങനെ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പരിശ്രമിക്കുക. പിന്നെ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമെന്നാണ് നിമ്മയുടെ അഭിപ്രായം. ടോമസ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ ജിൻസിയുടെ ആകുലത വളരെ കറക്റ്റാണ്. കാരണം അടുത്ത തലമുറയിലേക്ക് ഇത് പകരുമല്ലോ. കാരണം അപ്പൻ കാണിക്കുന്നത് മക്കളിലേക്ക് കടന്നു വരും. അപ്പോൾ ഇപ്പോഴേ അത് കറക്റ്റ് ചെയ്തില്ല. ഒരു കൊച്ചുണ്ടായി, ഇപ്പോഴേ അത് കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ അത് അടുത്ത തലമുറയ്ക്കൂടെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ അതിനെ കാണേണ്ടതുണ്ട്. കാരണം ഈ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് ഐഡിയലായിട്ട് പറയാം. പക്ഷേ മനസ്സിൽ പ്രാർത്ഥിക്കുകയോ നന്മ ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ദൈവിക ചൈതന്യം ഉള്ളിലുണ്ടാകണം. ഇല്ലാത്തവന് ഇത് രണ്ടും നടക്കത്തില്ല, പറയാനേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ദൈവികമായ ചൈതന്യം ഉള്ളിൽ ഉൾക്കൊള്ളണമെങ്കിൽ അത് വിശുദ്ധ കുർബാനയിൽ നിന്നും പരിശുദ്ധ കുമ്പസാരത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും ഒക്കെ കിട്ടേണ്ടതാണ്. അത് കടത്തിനെ പോയിരുന്നാൽ കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ആചരണം എന്നുള്ളതും ബലിയർപ്പണം എന്നുള്ളതും ഒക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. ആ ജിൻസിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവർ ഈ ചിന്താഗതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ അത് ഗുണകരമാകണം. അതുകൊണ്ടിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഈ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത അന്ന് ഞായറാഴ്ച ഒരു യാത്രയെ പറ്റി അവിടെ എമ്മാവുസിലേക്കുള്ള യാത്ര പറയുന്നുണ്ട്. അത് ക്ലയോഫാസിൻ്റെ ഭാര്യയും ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഭാര്യ വെള്ളിയാഴ്ച കുരിശിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞായറാഴ്ച തിരിച്ചു പോകുമ്പോൾ ശനിയാഴ്ച സാവധ, ഞായറാഴ്ച തിരിച്ചു വരുമ്പോൾ ക്ലയോഫാസിൻ്റെ കൂടെ ഉള്ളത് ഭാര്യ ആയിരിക്കണം. തന്നെയല്ല, അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ വീട്ടിൽ രണ്ടുപേരും കയറി. മൂന്നാമതൊരാൾ അവരുടെ കൂടെ വഴിയാത്രക്കാരനായിട്ട് വന്നയാൾ നിർബന്ധിച്ചിട്ടാണ് കയറിയത്. അത് യേശു ആയിരുന്നു എന്ന് പിന്നെ പറയുന്നുണ്ട്. അപ്പം യേശു പോണ വഴിയിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പം അവരുടെ ഹൃദയം ജ്വലിച്ചു എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നത് അപ്പോൾ എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്ത് അവരിത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നതുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങളും ഈശോയെ അവർ തിരിച്ചറിഞ്ഞത്. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന നമ്മുടെ കണ്ണ് തുറക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയുടെ ഭക്ഷണം നമ്മൾ ഞായറാഴ്ച പങ്കുവെച്ച് കഴിക്കുന്നത് ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുക, ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുക. ഈശോയുടെ ശരീരവും രക്തവുമാണ്. അപ്പോൾ അവന് കണ്ണ് തുറക്കണമെങ്കിലും ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടാകണമെങ്കിലും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് അതിൻ്റെ നന്മയും ഉണ്ടാകണമെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ജിൻസി ചെയ്യാവുന്നത്, എനിക്ക് തോന്നുന്നത് ജിൻസി എല്ലാ ദിവസവും പള്ളിയിൽ അവനൂടെ വേണ്ടിയിട്ട് പോവുക. അവനൂടെ വേണ്ടിയിട്ട് എൻ്റെ അപ്പൻ ഞങ്ങളൊക്കെ ഗൾഫിലായിരുന്നപ്പോഴത്തേക്ക് 3 കുർബാനയുണ്ട്, 3 കുർബാനയ്ക്കും പള്ളിയിൽ പോകും. എന്നിട്ട് പറയും, ഒന്ന് അവൻ അവിടെ കിടക്കില്ല, അവന് കുർബാന കാണാൻ പറ്റത്തില്ല, അവന് വേറെ ഞാൻ കാണുക എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ ജിൻസി അവന് പകരം ഇപ്പം കാണുന്ന കുർബാന കാഴ്ചവെക്കണം. തീർച്ചയായിട്ടും അവനിൽ ആ കുർബാന അർപ്പണം പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ നിന്ന് കാഴ്ചവെച്ചാൽ അതിൻ്റെ എഫക്റ്റ് അവനിൽ ദയാത്മാവിൻ്റെ ചൈതന്യം അവനിലേക്ക് വരും. 2, സ്നേഹം കൊടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചക്കരയെ മുത്തേ പറഞ്ഞ് അവന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ച് പള്ളിയിൽ പോകണം. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അതാ. നമ്മൾ പള്ളിയിൽ ചെന്ന് വിവാഹിതരായവരാ, പറ്റത്തില്ല. ആ സ്നേഹത്തോടെയുള്ള നിർബന്ധം അവനെ സ്വാധീനിക്കും. നമ്മുടെ കുഞ്ഞിനല്ലേ എന്ത് പറ്റും, കുഞ്ഞിൻ്റെ ഭാവിയോ ആവശ്യമല്ലേ, പറ്റത്തില്ല, വരണം, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ കുറേയൊക്കെ മാറ്റം കൊടുക്കാം. വാശിയല്ല, സ്നേഹത്തോടെയുള്ള ആ ഒരു
ഇടപെടൽ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ കുറേ മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. പിന്നെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നിമ്മി പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥനയിൽ ഇവനെ സജീവമാക്കുക. ആ പ്രാർത്ഥനയിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ, വലിയ വിടുതൽ കിട്ടും. പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജിൻസി ഭാരപ്പെടണ്ട, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി രാവിലെയൊക്കെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പള്ളിയിൽ പോയിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ചൈതന്യത്തോടെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് എൻ്റെ കൂട്ടാ നാളെ എൻ്റെ കൂടെ പള്ളി വരണം, അല്ലെ അടുത്ത ഞായറാഴ്ച പള്ളി വരണേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തലത്തിൽ സ്നേഹം കൊണ്ട് കീഴടക്കിയിട്ട് ആത്മാവിൻ്റെ ചൈതന്യം അവനിലേക്ക് പകരുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ജിൻസി ടോൺ സൂചിപ്പിച്ചതുപോലെ എന്നും പരമാവധി നമ്മൾ കുർബാന അർപ്പിക്കുക, കുർബാനയിൽ പ്രത്യേകിച്ചും ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ പരമാവധി സ്നേഹം കൊടുത്ത്, വഴക്ക് പറഞ്ഞല്ല, സ്നേഹം കൊടുത്ത് സ്നേഹത്തിലൂടെ അവനെ നേടി കൂദാശകളിലേക്ക് അടുപ്പിക്കണം എന്നുള്ളതാണ് ടോൺഷൻ പറഞ്ഞത്. അതിനായിട്ടൊന്ന് പരിശ്രമിക്കുക. തീർച്ചയായും ഞങ്ങൾ ജിൻസിയുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്ത കത്തിലേക്ക് കിടക്കാം. കൊതവറയിൽ നിന്നും ചിന്നമ്മ എഴുതുന്ന കത്താണ് അടുത്തത്. അച്ഛാ, ഞാൻ വിവാഹം കഴിച്ചു വന്ന വീട്ടിൽ വെള്ളിയാഴ്ച ആചരണമേ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ എന്നും മാംസമുണ്ട്. ഞാൻ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ അതൊന്നും ഇപ്പോഴില്ല, അതെല്ലാം സഭ മാറ്റി എന്നാണ് പറയുക. അത് ശരിയാണോ അച്ഛാ? ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമം ഇല്ലേ? ഞാനത് പറയുമ്പോൾ അവരെന്നെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതേപ്പറ്റിയുള്ള സഭയുടെ പഠനങ്ങൾ? അച്ഛൻ ശാലോം ടി വിയിലൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഈ കുടുംബത്തെ രക്ഷിച്ചെടുക്കുവാൻ എനിക്ക് കടമയുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ നീങ്ങണമെന്ന് ഒരു മറുപടി പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ചിന്നമ്മ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കുടുംബത്തെ രക്ഷിക്കാൻ എനിക്ക് കടമയുണ്ടല്ലോ എന്നുള്ളൊരു ബോധ്യം ചിന്നമ്മയ്ക്കുണ്ട്. അത് വലിയ ഒരു കാര്യമാണ്. അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ചിന്നമ്മയുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ആചരണം ചിന്നമ്മ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ചിന്നമ്മ പറഞ്ഞതാണ് അതിനകത്ത് ശരി എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ സഭ മാറ്റിയെന്ന ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. എന്നോട് ഒരിക്കൽ ഒരാൾ എനിക്ക് ചോദിക്കുകയുണ്ടായി, അച്ഛാ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഒന്നും ഇല്ലല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഉണ്ടല്ലോ. അതല്ല അച്ഛാ, വെള്ളിയാഴ്ച ഇപ്പോൾ ഇറച്ചി കൂട്ടാല്ലേ? ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല. അച്ഛൻ അറിഞ്ഞില്ലേ മാർപ്പാപ്പ ഈയിടെ എല്ലായിടത്തും മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ ഇന്നിങ്ങോട്ട് പള്ളിയിൽ നിന്ന് പോരുന്നിടം വരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഇതിനിടയ്ക്ക് മാർപ്പാപ്പ ചേട്ടനെ ഫോൺ വിളിച്ചെങ്കിൽ എനിക്കറിഞ്ഞുകൂടും. അത് കുറേ നാളായി മാറ്റുന്നത്. അങ്ങനെയുള്ള ധാരണപ്പിശകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നുള്ളത് ഞാനതിൽ മനസ്സിലാക്കുകയാണ്. തെറ്റാണ്. അതുകൊണ്ട് ചിന്നമ്മ തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ ശരിയാണെന്നുള്ളത് ഞാൻ ഒന്ന് അടിവരയിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സഭാ നിയമമാണ്. സഭാ മാതാവിന് ഇങ്ങനെയുള്ള നിയമങ്ങൾ തീർച്ചയായിട്ടും മക്കൾക്ക് നൽകാൻ പറ്റും. അപ്പനും അമ്മയും പിള്ളേരോട് പറയല്ലേ, ഇടാ ഇത്ര മണിയാകുമ്പം വീട്ടിൽ വരണം, അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. ഇതുപോലെയുള്ള ചില നിയമങ്ങൾ സഭാമാതാവിന് നമുക്ക് തരാൻ പറ്റും, അതിന് അധികാരമുണ്ട്. അതുകൊണ്ട് അങ്ങനെ നൽകിയിരിക്കുന്നതാണ്, നമ്മൾ പാലിച്ചേ പറ്റുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ഇത് നിയമമാണ്. ഞാൻ ഇത്രയും ചോദിച്ചതുകൊണ്ട് വ്യക്തമായിട്ട് അതേപ്പറ്റിയുള്ള ധാരണ പറയുകയാണ്. സീറോ മലബാർ സഭയിലും സീറോ മലങ്കര സഭയിലും ഇത് ഒരു പ്രാദേശിക നിയമമാണ്. അത് ഉറപ്പാക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 14 വയസ്സിന് മേൽ പ്രായമുള്ളവരെയാണ് ഇത് ബാധിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ക്ലിയറായിട്ട് പറയുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. അതുകൊണ്ട് ആധികാരികമായിട്ട് പറയുകയാണ്, 14 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ഇത് പാലിക്കാനായിട്ട് കടമയുണ്ട് ഈ 2 സഭകളിലും എന്നുള്ളത്. നമുക്കിവിടെ 3 വ്യക്തിസഭകളാണുള്ളതെന്ന് ഞാൻ പറയാതെ ചിന്നമ്മയ്ക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും ലത്തീൻ സഭയുമാണ്. ഈ 2 സഭകളിൽ ഇത് നിയമമാണെന്നുള്ളത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റു സഭകളുടെ നിയമം ഇല്ല. ഇതൊരു പ്രാദേശിക നിയമമാണ് എന്നതും കൂടെ ഞാനതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് വ്യക്തമാക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ സംശയങ്ങളുണ്ടാവാം. ഇത് ലംഘിച്ചാൽ ഗൗരവമായ പാപമായിട്ടാണ് കരുതുക. ധാരാളം നിയമങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും ചിലതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലില്ലെങ്കിൽ പോയി ഞാൻ കാരണവർ പറയുന്നത് കേട്ടിട്ടുണ്ട്.
165 ദിവസമേ ഉള്ളൂ. അതിൽ 165 ദിവസത്തോളം ഉപവാസ ദിനങ്ങളായിരുന്നു നമ്മുടെ സഭയിൽ നേരത്തെ എന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇപ്പം അത്രയില്ല. എങ്കിലും ഈ നിയമം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് പറയാൻ ഇത് പാലിക്കണം. ചിഹ്നം ആദ്യമായി നന്നായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ അഭിപ്രായം അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ മനസ്സിലാക്കി സംസാരിക്കുക, തെറ്റ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. വഴക്ക് പറഞ്ഞോ നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ചോദിച്ചോളല്ല, സ്നേഹത്തോടെ ഇങ്ങനെയുള്ള ഒരു നിയമമുണ്ട് നമ്മൾ പാലിക്കണം എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, ഒരു ധ്യാനം നല്ലതാണ്. ഇന്ന് കുടുംബ ധ്യാനങ്ങൾ ചിലർ നടത്തുന്നുണ്ട് ചില സെൻറ്ററുകളിൽ, അച്ഛനും അമ്മച്ചിയും പിള്ളേരും എല്ലാവരെയും. അപ്പം പിള്ളേരെയൊക്കെ അവർ വേറെ സെക്ഷൻ നോക്കിക്കോളും. എന്നാലും ഒന്നിച്ചുള്ള ധ്യാനമാണ് നല്ലതാണ്. ആ കുടുംബം ഒന്നാകെ നവീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ധ്യാനത്തിൽ കൂടുതൽ ബോധവൽക്കരണം ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അത് ഈശോ സാധ്യതമാക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നമുക്കറിയാം. ലൂക്കാ 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി സിനിമ അങ്ങേറ്റം പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി ടോമിൻസ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും വെച്ചാൽ ചിന്നമ്മയുടെ ആ ഒരു താല്പര്യം ശ്ലാഘനീയമാണ്. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കടമ എനിക്കുണ്ട് എന്ന ചിന്നമ്മയുടെ ആ പ്രസ്താവന അതൊരു ഒത്തിരി സന്തോഷപ്രദമാണ്. എൻ്റെ മനസ്സിലേക്ക് ഇത് വന്നത് ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഇസ്രായേലിലെ ഒരു പെൺകുട്ടി അവിടെ ചെന്നിട്ട് നാമാൻ്റെ കുഷ്ഠരോഗം മാറ്റാൻ അവൾ കാരണക്കാരിയായി എന്ന് പറയുന്ന ആ ഭാഗം. തീർച്ചയായിട്ടും അവിടെ ചെന്ന് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, അവരെ തമ്പുരാനിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ താല്പര്യം തീർച്ചയായിട്ടും സുശേഷ വേല തന്നെയാണ്. ഇതിനകത്ത് ഈ വെള്ളിയാഴ്ച ആചരണത്തിൻ്റെ നിയമവശത്തേക്കാളപ്പുറം, അച്ഛൻ്റെ നിയമങ്ങൾ പറഞ്ഞു, നിയമവശത്തേക്കാളപ്പുറം നമ്മുടെ അപ്പൻ മരിച്ചു കിടക്കുന്ന ദിവസം ആഘോഷമായിട്ട് ഇറച്ചി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളതല്ലോ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഈശോയുടെ മരണത്തിൻ്റെ അനുസ്മരണം കൂടെ, ഈശോ മരിച്ചതിൻ്റെ അനുസ്മരണം ദിനം കൂടിയാണ് വെള്ളിയാഴ്ച. അപ്പം വെള്ളിയാഴ്ച ഇന്നും ഉപവാസം കൊടുക്കുന്ന ജനം ധാരാളമാണ്. ഞാനൊക്കെ ഗൾഫിലായിരുന്ന കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും 1979 മുതൽ എല്ലാ വെള്ളിയാഴ്ച ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ വെള്ളിയാഴ്ച ഈശോയുടെ മരണത്തിൻ്റെ അനുസ്മരണമാണ്. അന്ന് ഭക്തിയോടും ശ്രദ്ധയോടും തമ്പുരാൻ്റെ മുമ്പിൽ ആവുന്നിടത്തോളം ഞായറാഴ്ച ആചരണം പോലെ അല്ലെങ്കിൽ പോലും അത്രയേറെ വിലമതിപ്പോടുകൂടി അല്ലെങ്കിൽ നമ്മളുടെ സഹനങ്ങളൊക്കെ സഹനമേറ്റെടുത്തുകൊണ്ട് കാഴ്ചവെക്കാവുന്ന ഒരു ദിനമാണ്. അന്ന് ഇറച്ചി വേണ്ട എന്ന് വെക്കുന്നതിനകത്ത് എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന് സംതൃപ്തിയും ഐശ്വര്യവും നന്മയും ഉള്ളൂ. സഭയുടെ നിർദ്ദേശവും കർശന നിയമവും ഇല്ലെങ്കിൽ തന്നെ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഞാൻ പറയുന്നു നോക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അനുവദനീയമായത് വേണ്ട എന്ന് വെച്ച് അത് ദൈവത്തിന് സമർപ്പിച്ചാൽ അതൊരു ത്യാഗവും സമർപ്പണവുമാണ്. അതുകൊണ്ട് നമുക്ക് അനുവദനീയമാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ലാറ്റിൻ സഭയിൽ അതിന് നിർബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ അത് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച ഉപവാസം നടത്തണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ വെള്ളിയാഴ്ച ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അവർക്കൊക്കെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ആ ഇറച്ചി സഭയുടെ നിയമമൊന്നും ഇല്ലെങ്കിൽ പോലും അത് വേണ്ട എന്ന് വെച്ച് അല്പം ത്യാഗം സഹിച്ച് പോയാൽ അത് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല അടുത്ത തലമുറയ്ക്കും ഐശ്വര്യത്തിനും നന്മയ്ക്കും കാരണമാണ് എന്ന് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ടോമിൻ്റെ അഭിപ്രായത്തിൽ നിയമമില്ലെങ്കിൽ പോലും നമ്മളത് ആത്മീയമായിട്ട് എടുക്കണം എന്നുള്ള ചിന്തയാണ്. നിയമമുണ്ട് കേട്ടോ, നിയമമില്ലെങ്കിലും അങ്ങനെ എടുക്കണം എന്നുള്ളത് ടോമിൻസിനൊന്ന് സൂചിപ്പിക്കുകയായിരുന്നു. എന്ത് പറയുന്നു നിയമം ഇതേപ്പറ്റി? അഭിപ്രായം തിരുസഭയുടെ കൽപ്പനകൾ 5 കൽപ്പനകളിലുള്ളത് 4-മത്തേത് അത് തന്നെയാണ്. ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനുശാസിക്കുന്നത് തന്നെ നല്ലത്. അപ്പം അത് വെള്ളിയാഴ്ച ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അതിൽ വെള്ളിയാഴ്ചയും കൂടി മാംസം ഭക്ഷിക്കണമെന്നെന്താണ് ഇത്ര നിർബന്ധം? അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. എല്ലാ ദിവസവും മാംസം ഭക്ഷിച്ചു രോഗികളാകുന്നതിലും അതെങ്കിലും ഓർക്കാമല്ലോ മനുഷ്യൻ്റെ ശരീരത്തിന് ആരോഗ്യത്തിനെങ്കിലും ഇതൊന്ന് ഉപേക്ഷിക്കുക. അതുപോലും ഇല്ലാതെ എല്ലാ ദിവസവും ഈ മാംസം ഭക്ഷിച്ചിട്ട് കുറേ രോഗികളാകാതെ അത് തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കുകയും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഉപകാരപ്രദമാകുകയും ചെയ്യും. ഇതിൽ മാംസം ഭക്ഷിക്കാതിരിക്കുന്ന
എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും എല്ലാ വെള്ളിയാഴ്ചകളും, പിന്നെ നോയമ്പിലെ ചിലർ പറയും നോയമ്പിലെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. അല്ല, നോയമ്പിലെ വെള്ളിയാഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ചയും. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അത് തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിമ്മയുടെ അഭിപ്രായത്തിൽ വീണ്ടും അതേ ചൈതന്യത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. എന്നാൽ നോമ്പിലെ വെള്ളിയാഴ്ചകൾ എന്നൊരു നിയമം നമുക്കില്ല സഭയ്ക്ക്. എല്ലാ വെള്ളിയാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളൊന്നും ചില എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് വ്യക്തമാകണം ആളുകൾക്ക്. അതിനുവേണ്ടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സഭാ നിയമമാണ്. അതോടൊപ്പം നമ്മുടെ ടോമിച്ചനും നിമ്മിയും പറഞ്ഞത് നിയമത്തെക്കാൾ ഉപരി ആത്മീയമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങനെ അത് ത്യാഗം എടുക്കണം എന്നുള്ള ചിന്തയാണ് അവർ ആഡ് ചെയ്തത്. അതുകൊണ്ട് ചിന്നമ്മ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അതിന് സ്നേഹത്തോടുകൂടി, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വേണ്ട തിരുത്തലുകൾ കൊടുത്ത് ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കുവാൻ ചിന്നമ്മയ്ക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പ്രത്യേകം ഈ കത്തെഴുതിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ടും അങ്ങയുടെ മുമ്പാകെ ഈ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. ജിൻസിയുടെ കുടുംബത്തെയും ചിന്നമ്മയുടെ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ തിന്മകളും നീക്കി നന്മയുടെ വഴിയിലൂടെ ആ കുടുംബങ്ങളെ അങ്ങ് നയിക്കണമേ. അവർക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകണമേ. അങ്ങ് ഈ നിമിഷം ആ കുടുംബത്തിൽ കടന്നു എന്ന് അങ്ങയുടെ രാജ്യം ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ടും അങ്ങ് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.